വെൽക്കം ടു ജാസസ് ഫുഡ് ബുക്ക്. നമുക്ക് ഈസി ആയിട്ട് ഇറച്ചിക്കറിയുടെ രുചിയിൽ കടലക്കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് കടല എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കാം. തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് വെച്ചിട്ടാണ് കടലക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ കടല വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് സോയ ചങ്ക്സ് ആണ്. ഞാനിവിടെ മുഴുവനോടെയുള്ള ഇതേപോലത്തെ സോയ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കടലെടുത്ത അതേ കപ്പിൽ തന്നെയാണ് കേട്ടോ ഇത് മുളക് എടുത്തേക്കുന്നത്. 250 ml കപ്പിൽ കറക്റ്റ് 1 കപ്പ് സോയ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കടലക്കറി ഉണ്ടാക്കുന്നതിന് ഒരു 15-20 മിനിറ്റ് മുമ്പ് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്കൊരു കുക്കർ വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 3 മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ കനം കുറച്ചത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇതിലേക്കൊരു 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക് ഇതൊന്ന് ചതച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഗ്രൈൻഡറിൽ ക്രഷ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. സവാള നന്നായിട്ട് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്ന കടല ഇട്ട് കൊടുക്കുക. കടല വെള്ളത്തിലിട്ട അതേ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് സോയ ചങ്ക്സ് ആണ്. അതേ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കുതിർത്ത് വെച്ചേക്കുന്നതാണ്. ഒരു 20 മിനിറ്റ് ഒക്കെ വെള്ളത്തിലിട്ടിട്ട് ഒരു 3-4 തവണ കഴുകിയെടുത്തിട്ടാ. അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതിങ്ങനെ ഇതേപോലെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക. കണ്ട പിഴിഞ്ഞെടുക്കുക. വെള്ളത്തിലിട്ട സോയ ഇതേപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് 2-3 കഷ്ണങ്ങളാക്കി എടുക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഞാനിത് ഒരു സോയ 2-3 കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട്. സോയ ഇതേ 2 കഷ്ണങ്ങളൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഇടാൻ നേരത്തും ഒന്ന് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക. ഒട്ടും വെള്ളം പാടില്ല കേട്ടതിൽ. ഇതേപോലെ ഇട്ട് കൊടുക്കുക. വെള്ളം ഉണ്ടെങ്കിലേ ഇതിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. വെള്ളം നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം വേണം കേട്ടോ ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഗ്രൈൻഡറിൽ നന്നായിട്ട് അടിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. ഇത് തക്കാളി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ പൊടികൾ നന്നായിട്ട് വാടി വന്നതിന് ശേഷം ഉണ്ട് തക്കാളി ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിത് ചേർക്കാൻ മറന്നു തക്കാളി. സവാള ഒക്കെ വഴറ്റി പൊടികളിട്ട ശേഷം ഈ തക്കാളി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ. ഇതിലേക്ക് കറക്റ്റ് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ കടല വെള്ളത്തിലിട്ട് ആ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് കടല ഇതിലാണ് എടുത്തത്. അതേ അളവിൽ തന്നെ വേണം കേട്ടോ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. 1 കപ്പ് കടലക്ക് കറക്റ്റ് 3 കപ്പ് വെള്ളം.
ഉപ്പ് പോരായിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കുക. ഇതിൽ ഉപ്പ് പോരായിട്ടുണ്ട്. ഒരു 2 വേപ്പിലിട്ട് കൊടുക്കുക. ഈ കുക്കറിൻ്റെ മൂടി വെച്ച് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് 9 വിസിൽ വരുത്താം. അതിന് ശേഷം തീ നന്നായിട്ട് കുറച്ചിടാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കറക്റ്റ് 1 വിസിലും വരുത്താം. മൊത്തത്തിൽ 10 വിസിൽ വരുത്താം കേട്ടോ. അപ്പോൾ അതേ 10 വിസിൽ വന്നിട്ടുണ്ട്. മൊത്തത്തിൽ എയർ പോയി. അതിന് ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ അതേ കണ്ട കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇതൊന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് കുറുകൂട്ടോ കറി. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ നാടൻ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. ഈ ചൂടോടുകൂടി തന്നെ 2 കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള സോയ കടലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ഞാനിതിൽ പറഞ്ഞേക്കുന്ന വിസിലൊക്കെ കറക്റ്റാണ്. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും ഇതിനാണ് 10 വിസിലൊക്കെ വരുത്തണമെന്ന്. അപ്പോൾ 10 വിസിൽ വരുത്തിയെങ്കിൽ മാത്രമേ ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കറി റെഡിയാക്കി കിട്ടുള്ളൂ കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 5-6 വിസിൽ കൊണ്ട് കടലയും സോയൊക്കെ വെന്ത് കിട്ടും. പക്ഷെ നമ്മളിതിൽ ഒഴിച്ചേക്കുന്ന വെള്ളമൊക്കെ മാറി നിൽക്കും ഇത്. അപ്പോൾ ഒരു തിക്കുണ്ടാവില്ല കറിക്ക് അല്ലേ. ഇതേപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ 10 വിസിൽ തന്നെ വരുത്തണം കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അഭിപ്രായങ്ങൾ അറിയിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ ഓക്കെ ബൈ, സി യു.